ഹായ്, ഇന്ന് നമുക്ക് കേരള മ്യൂറൽ ഫാബ്രിക് പെയിൻറ്റിംഗ് വെറും 1.5 മിനിറ്റ് കൊണ്ട് പഠിച്ചാലോ? ഫാബ്രിക്കിലേക്ക് ഡിസൈൻ സ്കെച്ച് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാനൊരു കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുകയോ ഡിസൈൻ ട്രേസ് ചെയ്ത് എടുക്കുകയോ ചെയ്യാം. ഏതായാലും ഡിസൈൻ കറക്റ്റായി വരച്ചെടുക്കണേ. സെക്കൻഡ് സ്റ്റെപ്പ്, സ്കെച്ച് ചെയ്ത ഡിസൈനിന് ഒരു റെഡ് ഔട്ട്ലൈൻ കൊടുക്കണം. ഞാനിവിടെ ക്രിംസൺ റെഡ് കളറും ക്യാമലിൻ്റെ പോയിന്റ് ബ്രഷും വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഡിസൈനിൽ വ്യത്യാസം വരുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡിസൈനിന് യെല്ലോ വാഷ് ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ക്രോം യെല്ലോയും ഫിൽ ചെയ്യാൻ ക്യാമലിൻ്റെ ഫ്ലാറ്റ് ബ്രഷുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഓരോ പാർട്ടിനും റെഡ് ഷെയ്ഡ്സും ഗ്രീൻ ഷെയ്ഡ്സും കൊടുക്കണം. ഷെയ്ഡിങ്ങിനും ബ്ലെൻഡിങ്ങിനും ഞാൻ പോയിന്റ് ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പെയിന്റ് ഡിസൈന് പുറത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാം. ഷെയ്ഡിങ്ങിനും ബ്ലെൻഡിങ്ങിനും കേരള മ്യൂറൽ ഫാബ്രിക് പെയിന്റിങ്ങിൽ പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ വാട്ടർ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഫൈനലി ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൂടി കൊടുത്താൽ നമ്മുടെ ഡിസൈൻ റെഡി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.